ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ലൈക്ക് അടിച്ചിട്ട് ഒരു ഹൈപ്പും കൂടി ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നിറങ്ങുന്നത് ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് നമ്മുടെ രവീന്ദ്രന്റെ മക്കള് രണ്ടുപേരും, മരുമക്കള് രണ്ടുപേരും. ശ്രുതിയും ഇതിന് കൂടുന്നില്ല, നമ്മുടെ ചന്ദ്രയും കൂടുന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും തകൃതമായിട്ട് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ സച്ചി പറയാ, എടി പക്ഷേ നിന്റെ കെട്ടിയോന് എന്ത് നല്ല ഷെഫാടിന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്റെ പൊന്ന് സച്ചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കും, മനുഷ്യന്റെ കോൺസെൻട്രേഷൻ കളയാതെ. കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക. ചുമ്മാ മനുഷ്യനെ പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടി മോളെ രേവതി, ആ തൈര് എടുത്ത് റെഡിയാക്കി വെച്ചോട്ടോ. അതെപ്പോഴേ ഞാൻ റെഡിയാക്കി എടുത്തു അച്ഛ. അല്ല, എത്ര പാക്കറ്റ് തൈര് വേണം? അത് പിന്നെ 5 വേണം എന്ന് നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു കേട്ടോ. ഏതായാലും എല്ലാവരും കൂടി ചേർന്ന് നല്ല സെറ്റപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ഉറക്കമാണ് കേട്ടോ നമ്മുടെ സുധി ഈ ഉറക്കത്തിന്റെ ഇടയിൽ മൂക്കും കൊണ്ട് മണപ്പിക്കുകയാണ് കേട്ടോ. നല്ല സ്മെല്ല് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്നതല്ലേ, പിന്നെ സ്മെല്ല് വരാതിരിക്കുവോ? വർഷയും വായിച്ചോണ്ടെങ്ങാണ്ടൊക്കെ ഇരിക്കുക, ഫോണിലൊക്കെ കുത്തിപ്പിറക്കി ഇരുന്നപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റുന്നില്ല സ്മെല്ലിന്റെ ആ ഒരു ഇത് കേട്ടിട്ട്. അങ്ങനെ എല്ലാവരും അതായത് ഭയങ്കരമായിട്ട് ഉറങ്ങിക്കിടന്ന് നമ്മുടെ ശ്രുതി സഹിതം മണം പിടിച്ചിട്ട് ഇങ്ങനെ എണീച്ചിട്ട്, അതെ ശ്രുതി, ദേ കറുകപ്പട്ടയും തക്കോലവും ഒക്കെ സമാസമം ചേർത്ത് വരുന്ന നല്ല ബിരിയാണീന്റെ മണം വരുന്നു. അയ്യോ സഹിക്കുന്നില്ല, അയ്യോ എന്തു നല്ല സ്മെല്ലാ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് പതുക്കെ പോവാണ്. പതുക്കെ നമ്മുടെ ചന്ദ്രയും എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സ്മെല്ല്. ഈ സ്മെല്ല് അങ്ങോട്ട് വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കൊതിച്ചാനും ഒക്കെ അല്ലെ, എങ്ങനെ സഹിക്കും? വ്രതമൊക്കെ എടുത്ത് നിൽക്കുകയാണ്. സ്മെല്ല് വന്നിട്ട് മൂക്കി കൂടെ അങ്ങോട്ട് വലിച്ചു കയറ്റുമോ നമ്മുടെ ചന്ദ്രയും. അങ്ങനെ ചന്ദ്രയും ശ്രുതിയും നമ്മുടെ വർഷയല്ല ശ്രുതിയും കൂടി 3 പേരും കൂടി പതുക്കെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ അടിച്ചടിച്ച് അടുക്കളയിലേക്കാ പോകുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി പറയോ, അയ്യോ ബിരിയാണിക്ക് ഇത്ര നല്ല വാസനയുണ്ടോ, അയ്യോ എന്താ നല്ല സ്മെല്ല്. അപ്പോഴത്തേക്കും ആണെങ്കിൽ തിന്നു മണം പിടിക്കാത്തടാ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് വ്രതമല്ലേ. ആ ശ്രുതി താങ്ക്സ് കേട്ടോ. ഏതായാലും ശ്രുതി അമ്മയുടെ പേരല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ബിരിയാണി തിന്നാൻ പറ്റൂലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്രതമാണല്ലോ. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ഓ ഇവന്റെ ഒരു കാര്യം, ഇവന്റെ കോപ്പിലെ വ്രതം, ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്റെ പൊന്നു ഭഗവാന്. ഈ ബിരിയാണി തിന്നാതിരിക്കാൻ പറ്റുമോ? എന്ത് നല്ല സ്മെല്ലാ വരുന്നത്. വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് തിന്നാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അത് പിന്നെ അമ്മയെ ബിരിയാണിനേക്കാളും വരുന്നല്ലേ ജീവൻ. എനിക്ക് നല്ല സ്മെല്ലൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാര്യം അവതാളത്തിലാകും, അമ്മയുടെ ജീവൻ നഷ്ടപ്പെടും, എന്റെ ബിസിനസ് പോകും. അപ്പൊ പിന്നെ വ്രതം എടുക്കാതിരുന്ന അമ്മ ഒന്ന് ഓർത്തു നോക്കിയ ആ ഒരു അവസ്ഥ. നാളെ ഞാൻ അമ്മയ്ക്ക് നല്ല മട്ടൻ ബിരിയാണി മൂട്ടം മേടിച്ചു തരാം. അതുപോലെ പോടാ എന്റെ മുമ്പിൽ നിന്ന്. മനുഷ്യന് കൊതിയായിട്ട് മേല. അയ്യോ എന്താ സ്മെല്ല്, അയ്യോ ഇതുപോലത്തെ ഒരു സ്മെല്ല് ഞാൻ എന്റെ ജീവിതത്തില് അടിപൊളിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ സ്മെല്ല് ഇങ്ങനെ കയറ്റി വിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ നല്ല തക്കോലം കറുകപ്പട്ട, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓടുകയാണ് അടുക്കളയിലേക്ക് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അതേ രേവതി നല്ല ഫ്രഷ് ചിക്കൻ ആയിരുന്നു കേട്ടോ. അത് കടയുടെ ഫ്രഷ് ചിക്കനൊക്കെ, പക്ഷെ കടയുടെ പേര് നോക്കാൻ മറന്നുപോയി സച്ചേട്ടാ ഞാൻ. അതെന്താടി രേവതി, നീ കടയുടെ പേര് നോക്കത്തില്ലായിരുന്നോ? ഇതിൽ നല്ല ഫ്രഷ് ചിക്കനൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടുന്ന കടകളൊന്നും ഇവിടെ ഇല്ലെന്ന് അറിയത്തില്ലേ? അത് പിന്നെ ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം അവിടെ തന്നെ പോയി മേടിക്കും. അതുപോലെ സച്ചേട്ടാ, ഏതായാലും നമ്മുടെ ഇളയച്ചന്റെ കടയാന്ന് ഓർത്തണം കേട്ടോ. ശ്രുതിയുടെ വിളി വീഴും, ശ്രുതിയുടെ എന്താ പറയാ കട്ടയും പുകയൊക്കെ ഇളകും നമ്മുടെ ചെറിയച്ഛന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏതായാലും ഈ സമയത്ത് എല്ലാവരും കൂടെ തകൃതമായിട്ട് വീണ്ടും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദമ്മിടാനുള്ള ആ ഒരു ഇതൊക്കെ തുടങ്ങി. കറി ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ബിരിയാണി ചിക്കനിലേക്ക് ഇട്ടിട്ട് ദമ്മൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ വെക്കുക. ഇത് ഈ വർഷം ഒരു അതിശയമായിട്ടാട്ടോ നിന്ന് ഇതൊക്കെ കാണുന്നത്. കാരണം വർഷം ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയോ രസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തന്റെ ഭർത്താവിന്റെ കഴിവ് കണ്ട് അതിശയിക്കുകയാണ്. ഈ സമയത്ത് അടുക്കളയിൽ എത്തിയിട്ടില്ല, മണം പിടിച്ച് 3 വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ കണ്ടിട്ട് എന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇവരോട് 3 പേരോടും, നമ്മുടെ ചന്ദ്രയോടും ശ്രുതിയോടും. അപ്പോഴത്തേക്ക് ഒന്നും മിണ്ടിയില്ല കേട്ടോ ഇവര്. എന്നിട്ട് പതിയെ നമ്മുടെ ശ്രീകാന്ത് അല്ല രവീന്ദ്രൻ അങ്ങ് അകത്തേക്ക് കയറിപ്പോയി ഇവര് വരുന്ന കണ്ടിട്ട്. എന്നിട്ട്
നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടി അതിന്റെ ആ ഒരു വാതൊക്കെ വന്ന സ്മെല്ല് പിടിച്ചങ്ങ് നിൽക്കുന്നുണ്ട്. ഇവരാരും കണ്ടുമില്ല കേട്ടോ. ഈ സമയത്ത് നല്ല ദമ്മിട്ടോണ്ടിരിക്കുക, അടിപൊളി നല്ല മണം എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ ദമ്മൊക്കെ ഇട്ടിട്ട് ഈ സംഭവം അങ്ങ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനേക്കാളും നല്ലൊരു സ്മെല്ല് രേവതിക്കും സച്ചിക്കും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും. അങ്ങനെ പതിയെ അവര് അടുക്കളയിലേക്ക് എങ്ങനെയൊക്കെയോ എത്തി കേട്ടോ. ആ സ്മെല്ലൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഏതായാലും എനിക്ക് തിന്നാൻ പറ്റൂലോ എന്നുള്ള സന്തോഷത്തിലാണ് ശ്രുതി. വ്രതമൊന്നും ഇല്ലല്ലോ. എന്റെ ദൈവമേ, ചന്ദ്രയും ശ്രുതിയും കൂടി വല്ലാത്ത ബുദ്ധിമുട്ടാ. സ്മെല്ല് വരുന്നുകൊണ്ട് തിന്നാനും പറ്റത്തില്ല, വ്രതവുമാണ്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിനെ കിടന്നങ്ങോട്ട് പ്രാഗോ, നീ ഒരുത്തൻ കാരണമാണ് എനിക്ക് ഈ ബിരിയാണി തിന്നാൻ പറ്റാത്തത്. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ? എടാ, എന്തിനാടാ എന്നോട് ഈ ചതി ചെയ്തത്? നിനക്ക് നിന്റെ ഭാര്യയുടെ പേരങ്ങ് പറഞ്ഞ പോരായിരുന്നോ? എനിക്കാണെങ്കിൽ മണം അടിച്ചിട്ട് സഹിക്കാനും പറ്റുന്നില്ല. ശ്രുതി പറയൂ, എങ്ങനെയെങ്കിലും സഹിക്കമ്മേ. അമ്മേ, ദേ അമ്മയുടെ ജീവൻ ഒരു ആപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർത്താ മതി. ദേ നമ്മുടെ ജീവന വലുത്. അമ്മേ തെറ്റിക്കരുത്. ബിരിയാണി അതവിടെ ഇരിക്കട്ടെ, ജീവൻ വെച്ച് കളിക്കരുത് കേട്ടോ അമ്മേ. നമ്മുടെ ജീവന്റെ വില, അയ്യോ ബിരിയാണിയുടെ വില, ജീവന്റെ വില ഏതാ നമ്മുടെ വലുത് എന്ന് ഓർത്തണം കേട്ടോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാ. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ നിപ്പുണ്ട്. നമ്മുടെ രവീന്ദ്രനും രേവതിയും സച്ചിയും വർഷയും ശ്രീകാന്തും കൂടെ ബിരിയാണിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പറയാണ് നമ്മുടെ രവീന്ദ്രൻ, ഏതായാലും നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തിട്ട് കഴിക്കാൻ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോ അതെ ആദ്യം എല്ലാവർക്കും കൊടുക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. അല്ല, ഇത് മിച്ചം വരില്ലേ എന്ന് രേവതി ഇപ്പം പറഞ്ഞു. മിച്ചം വന്നു കഴിഞ്ഞിട്ടുണ്ടെ എന്താ കുഴപ്പം ഇരിക്കുന്നത്? മിച്ചം വന്നു കഴിഞ്ഞിട്ടുണ്ടെ നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടല്ലോ, എടുത്ത് വെക്കാം, കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാലോ. പിന്നെ അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യാം, നമ്മുടെ റിലേറ്റീവ്സിനും കൂട്ടുകാർക്കൊക്കെ കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ദേ നമുക്ക് നാളെ കഴിക്കത്തില്ലേ? ഫ്രിഡ്ജിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ കഴിക്കാൻ പറ്റത്തില്ലേ? ഏതായാലും രേവതി പറഞ്ഞത് നന്നായി. ഇനിയിപ്പൊ നമുക്ക് നാളെ ഇച്ചിരി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് കഴിക്കാം, അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, നാളെ കഴിക്കുന്നതും ഇന്ന് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. നാളെ കഴിക്കുമ്പോൾ നാളത്തെ രുചി, ഇന്ന് കഴിക്കുമ്പോ ഇന്നത്തെ രുചി. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? സാരമില്ല, ഇനിയിപ്പോ നിങ്ങൾ രണ്ടും കഴിക്കണ്ട, ഞാൻ കഴിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്റെ പൊന്നു ശ്രുതി, നീ മിണ്ടാതെ ഇരിക്കുക. ദേ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ കൊതി മൂത്തിട്ട് ആ ബിരിയാണി ചെന്ന് ചാടുന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ നിനക്ക് കൊതിയൊന്നും ഇല്ലല്ലോ, അവിടെ നീ ബിരിയാണി ചെമ്പി ചാവടക്കൊന്നുമില്ല. അമ്മ ഇവിടെ നിൽക്കണ്ട, അമ്മ അടുക്കള ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാത്തില്ല, നമുക്ക് പോകാന്ന് പറയാണ്ട് ശ്രുതിയും നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ മാറിപ്പോവാണ് കേട്ടോ. ശ്രുതി അതിലെ കൂടെ പരതുമാറി നടപ്പുണ്ട്, ശ്രുതിക്ക് വേണമല്ലോ. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ, മോളെ രേവതി, കാര്യങ്ങളൊക്കെ എന്തായി, റെഡിയായോ എന്നും പറഞ്ഞിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിപ്പുണ്ട്, ശ്രുതി അവിടെ നിപ്പുണ്ട്. അത് നമ്മുടെ രവീന്ദ്രൻ കണ്ടു. അപ്പോഴത്തേക്കുമാണ് ബിരിയാണി എടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്നത് ഡൈനിങ് ടേബിളിലേക്ക്. അയ്യോ, പിടിയും വലിയും എല്ലാം വിട്ടുപോയില്ലേ നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും. കഴിച്ചു തുടങ്ങിയാലോ നമുക്ക് മക്കളെ എന്ന് നമ്മുടെ രവീന്ദ്രൻ. അപ്പൊ അതിനിപ്പോ എന്താ, ഇനി താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കഴിക്കാം എന്നൊക്കെ പറയാണ്. അപ്പൊ ലെഗ് പീസൊക്കെ അടങ്ങുന്ന നല്ല ബിരിയാണി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഡൈനിങ് ടേബിളിന്റെ പുറത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട്, കാലമാടാ, നീ എന്തിനാടോ എന്നോട് ഈ ചതി ചെയ്തത്? അയ്യോ, വീട്ടിൽ നല്ല സൂപ്പർ ബിരിയാണി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയായി പോയല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രവതിയൊക്കെ വന്നിട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, അതേ പക്ഷേ സ്റ്റുഡിയോയിലേക്ക് കൊടുത്തു വിടണ്ടേ, അതിനുള്ളതൊക്കെ എടുത്ത് മാറ്റി വെച്ചോ? അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. ഇത് ആവശ്യത്തിലേറെ ഉണ്ടെന്നേ. അടിപൊളി പീസ, ഇതിൽ ചിക്കൻ നല്ല സെറ്റപ്പ് ആയിട്ട്, നല്ല ഫ്രഷ് ചിക്കനാ, നല്ല കടയുക എന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണിയൊക്കെ വിളമ്പിയിട്ട് നമ്മുടെ സച്ചി എടുത്ത ലെഗ് പീസൊക്കെ കടിച്ചു വലിക്കുകയാണ് കേട്ടോ. അയ്യോ, നമ്മുടെ ശ്രുതിയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഓടിച്ചെന്നൊന്ന് പാത്രത്തിൽ കൈയിട്ട് വാരി തിന്നാലോ എന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഉണ്ടല്ലോ, ശ്രുതിക്ക് കൊടുക്കൂല്ലോ, ശ്രുതിക്ക് വ്രതമൊന്നും ഇല്ലല്ലോ. ഏതായാലും എല്ലാവരും ഇങ്ങനെ ബിരിയാണി മേടിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത്, എടാ നിന്നെ സമ്മതിച്ചിട്ടാ, പൊളിയുടെ സൂപ്പറടാ എന്നൊക്കെ പറയാ. ഈ സമയത്ത് ചന്ദ്രൻ ചെന്നിട്ട്, അതെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, ഇവിടെ വൃത്തികേടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കുക. ഇവിടെ വൃത്തികേടാക്കാൻ സമ്മതിക്കത്തില്ല, ഇവിടെ അല്ലാതെ പിന്നെ എവിടെയാണ് ഇരുന്ന് കഴിക്കുന്നത്? എല്ലാവരും കൂടി ഇരുന്ന് മിണ്ടിയും പറഞ്ഞും ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതൊരു വേറെ വൈബ. എന്റെ പൊന്നു ചന്ദ്രൻ, എല്ലാവരും അവിടെ ഇരിക്കുക, നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചാൽ മതി. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, കഷ്ടമുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുക, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കുക. പിന്നെ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വേറെ ഏതെങ്കിലും റൂമിലേക്ക് വെക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്നേ കഴിക്കത്തുള്ളൂ എന്ന്. രവീന്ദ്രനും സച്ചിയും വർഷയും രേവതിയൊക്കെ വിട്ടടിച്ച് വിടുകയാണ് കേട്ടോ. ശ്രുതിക്കിട്ട് കിട്ടിയതുമില്ല, ശ്രുതിക്ക് എടുക്കണമെന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിക്ക് കൊടുത്തിരുന്നു തോന്നവര്. ഏതായാലും കെട്ടിയവൻ തരുന്നില്ലല്ലോ, അപ്പൊ പിന്നെ ശ്രുതിക്ക് കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്താണോന്നും അറിയത്തില്ല. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കി കൊതിവിടാം. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു, എന്താ വേണോ? നല്ല ടേസ്റ്റ് ഉണ്ട്, ഇച്ചിരി തരാം, പോടാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രേവതി,
ഏതായാലും എന്റെ പൊന്നു ശ്രീകാന്തെ സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാ. ഇതുപോലത്തെ ഒരു ബിരിയാണി ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ആ, ദേ അച്ഛ ഒന്നും പറയാനില്ലല്ലോ, അടിപൊളിയല്ലേ? പിന്നെ അടിപൊളിയല്ലേന്നോ. ഞാൻ ദേ 10 58 കൊല്ലമായി. ഞാൻ വല്ലതും കഴിച്ചിട്ടുണ്ടോ ഇത്ര നല്ല സൂപ്പർ ബിരിയാണി? ഇതുവരെ ഞാൻ കഴിക്കത്തില്ല. എടി, ഒരു കാര്യം ചെയ്യ ചന്ദ്രൻ, നീ കഴിക്ക്. എനിക്ക് വ്രതമല്ലേ രവിയേട്ടാ, അതാ ഞാൻ കഴിക്കാത്തത്. ഓ, അതങ്ങ് ഞാൻ മറന്നുപോയി മോളെ, നിനക്ക് വ്രതമാണല്ലോ അല്ലെ? ഏതായാലും വ്രതം എടുത്തത് കഷ്ടമായി പോയിട്ടോ. ഇതുപോലത്തെ ബിരിയാണി മിസ്സായി പോയിട്ടോ. ഓഹ്, അടിപൊളി ബിരിയാണി അല്ലേ? അല്ല സുധിമ, നിനക്ക് വേണോ? അത് പിന്നെ എനിക്ക് വേണ്ടത് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ. പിന്നെ 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 വേണം 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 എന്ന് ചോദിക്കണം വല്ല ആവശ്യമുണ്ടോ? അയ്യോ, കഷ്ടമായി പോയി. ഇത്രയും ടേസ്റ്റ് ഉള്ള ബിരിയാണി നിനക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ. നിന്റെയൊക്കെ ഒരു വിധിയെ. അത് പിന്നെ എനിക്ക് വ്രതം തന്നെയാ വലുത്. ഞാൻ വ്രതത്തില, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. എന്നാ പിന്നെ രണ്ടുപേരും കൂടി ഇരിക്കാതെ എണീറ്റ് എങ്ങോട്ടേലും പോന്നേ. ഇത് നമ്മുടെ രവീന്ദ്രൻ. സച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ട് വെട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പട്ട് എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇന്ന് ഞാനൊരു പിടി പിടിക്കുന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ എല്ലാവരും ബിരിയാണിയൊക്കെ വളരെ ഗംഭീരമായിട്ട് കഴിച്ചു തീർക്കുക. അപ്പൊ ശ്രുതി കഴിക്കാതല്ല, ശ്രുതി കഴിക്കാൻ നിൽക്കില്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അതെന്താ ശ്രുതി കഴിക്കാത്തത്? അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ശ്രുതിക്ക് ബിരിയാണി ഇഷ്ടമല്ല, അതുകൊണ്ടാ ശ്രുതി കഴിക്കാത്തത്. അയ്യോ, ആര് പറഞ്ഞു എനിക്ക് ബിരിയാണിയൊക്കെ ഇഷ്ടം? ആരാ പറഞ്ഞു എനിക്ക് ബിരിയാണി ഇഷ്ടമെന്ന്? ഞാൻ വ്രതമൊന്നും എടുത്തിട്ടില്ല, ഞാൻ ബിരിയാണി കഴിക്കും. അത് പിന്നെ രേവതി എനിക്ക് കുറച്ച് ബിരിയാണി എടുത്തേ. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, പിന്നെ ഇപ്പൊ ആർക്കും എടുത്തു തരാനും പറ്റത്തില്ല, ഇതിന്റെ ടേസ്റ്റിൽ ഞാൻ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക, അതെ തന്നെ ഇട്ട് വിളമ്പി തിന്നാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ചെന്നിട്ട് നേരെ ചെന്ന് ബിരിയാണി മുഴുവൻ എടുത്ത് വിളമ്പി കഴിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, അതെ ശ്രുതിക്ക് ഇഷ്ടം അമ്മേനല്ലേ, അമ്മയുടെ പേരല്ലേ ശ്രുതി പറഞ്ഞത്. അപ്പൊ പിന്നെ രണ്ടുപേരും കൂടെ ബിരിയാണി കഴിക്കാതെങ്ങിരുന്നു. ഞാൻ കഴിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ബിരിയാണി എടുത്തു. ബിരിയാണി എടുത്തിട്ട്, അയ്യോ ശ്രുതി എന്താ ടേസ്റ്റ്, അടിപൊളിയാണ് കേട്ടോ. ദേ ശ്രീകാന്തെ, നല്ല സൂപ്പർ ആണ് കേട്ടോ എന്ന്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ നമുക്ക് ഇന്നത്തെ വ്രതം മാറ്റിയിട്ട് നാളെ ആക്കിയാലോ, നമ്മുടെ വ്രതം നീട്ടി വെച്ചാലോ? അപ്പൊ രവീന്ദ്രൻ, അയ്യേ, വ്രതം നീട്ടി വെക്കാനോ? എന്താ എന്റെ പൊന്നു ചന്ദ്ര, നീ കോമഡി പറയണോ? അത് പിന്നെ ഇന്ന് ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് നാളെ വ്രതം എടുത്താലോ? അതിനിപ്പോ എന്താ കുഴപ്പം? എന്റെ പൊന്നമ്മേ, ദൈവകോപം കിട്ടും, ജീവഹാനി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മറന്നുപോയോ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതെ അതെ അതെ, ജീവഹാനി അതുണ്ടാകും, അതുകൊണ്ട് തിന്നരുത് എന്ന് സച്ചി. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞ്, ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് വ്രതം എടുത്തിട്ട് നാളെ കഴിക്കാം. അതെ, നാളെ ഞാൻ നല്ല ഹോട്ടലിൽ പോയിട്ട് മട്ടൻ ബിരിയാണി മേടിച്ചു തരാൻ. അയ്യേ, ഇത് ചിക്കൻ അല്ലേ, അത് മട്ടൻ അല്ലേ? ഓടാ അവിടെ നിന്ന്. മട്ടനും ചിക്കനൊക്കെ ആണെങ്കിലും മനുഷ്യന്റെ കൺട്രോൾ പോവാ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി, അച്ഛാ ഒരു ലെഗ് പീസും കൂടി എടുക്കച്ചാ, ഒരു ലെഗ് പീസും കൂടി എടുത്ത് കഴിക്കും പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കാണാൻ വേണ്ടി കൂടുതൽ എന്താ പറയാ സംസാരിച്ച് നല്ല സ്വാദാന്നുള്ള രീതിയിൽ ഇവരെ കാണിച്ച് ചിക്കൻ പീസൊക്കെ കട്ടിച്ചു വലിക്കുക. അങ്ങനെ ശ്രുതിയുടെ കൺട്രോൾ പോയിട്ട് ശ്രുതി പറഞ്ഞത്, ഇവിടെ ഇരിക്കണ്ട അമ്മേ, ഓരോന്ന് കണ്ടും കേട്ടും നമ്മുടെ കൺട്രോൾ പോകും, നമ്മൾ വ്രതത്തില, ചുമ്മാ വെറുതെ ദൈവത്തിന്റെ കോപം ഉണ്ടാക്കി വെക്കണ്ട, പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതി, എന്നാ പിന്നെ അവരുടെ പങ്കും കൂടെ എനിക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കോരിയിട്ട് കഴിക്കാൻ കേട്ടോ. അങ്ങനെ പാവൻ ചന്ദ്രയും ശ്രുതിയും കൂടി നേരെ ചെന്ന് ഇങ്ങനെ ഉമ്മറത്തിരിക്കുക. അമ്മ എന്താ അമ്മ ഇവിടെ വന്ന് ഇരിക്കമ്മേ. എടാ വൃത്തികെട്ടവനെ, നിന്റെ വ്രതം കാരണം കണ്ടില്ലേ എല്ലാവരുടെ അഹങ്കാരം? ആ പൂക്കാരി അവിടെ ഇരുന്ന് കഴിക്കാൻ കാണിച്ച ധൈര്യം കണ്ടില്ലേ? എനിക്ക് കലി വരിക. അമ്മയുടെ ജീവന് വേണ്ടി ഒന്ന് സഹിക്കമ്മേ, ഒന്ന് ഒന്ന് അടങ്ങ്. അയ്യോ, എനിക്ക് വിശക്കുക മോനെ, എനിക്ക് സ്മെല്ലെല്ലാം അടിച്ചിട്ട് വയ്യ മോനെ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കഴിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. കഴിച്ചിട്ടൊക്കെ വന്നിട്ട്, ആന്റി എന്താ ആന്റി? പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അടിപൊളിയല്ലേ? ശ്രുതി എന്റെ പേര് പറയാത്തത് നന്നായിട്ടോ. ഇപ്പോഴേ എനിക്ക് ശ്രുതിയോട് 1000 നന്ദി എടുക്കാൻ തോന്നുക, നന്ദി പറയാൻ തോന്നുക. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എന്നാലും നിന്റെ ഭർത്താവ് പട്ടിണി ഇരിക്കുമ്പോ നീ കഴിച്ചല്ലോടി, എങ്ങനെ നിനക്ക് തോന്നി? അത് പിന്നെ വിശന്നിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, അതും കൊണ്ടല്ലേ ഞാൻ കഴിച്ചു. പിന്നെ ഇത്രയും നല്ല ബിരിയാണിയുടെ സ്മെല്ല് വരുമ്പോൾ ഞാൻ എങ്ങനെ കഴിക്കാതിരിക്കുന്നത്? ഈ സമയത്താണ് നമ്മുടെ ശ്രുതിക്ക് ഒരു കോള് വരുന്നത്. കോൾ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞെട്ടുകയും സന്തോഷിക്കുകയും ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പൊ ഓപ്പോസിറ്റ് എന്തോ നല്ലത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി, ആണല്ലേ, ആ ആ ആ അതെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും നീ നല്ല സമയത്താണ് ഇത് വിളിച്ചു പറഞ്ഞത്, നന്നായി. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. ഏതായാലും താങ്ക്സ് എടാ, താങ്ക്സ്. ശരി എന്ന് പറഞ്ഞു വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വെച്ച്, ആരാ വിളിച്ചത്? അത് പിന്നെ നമ്മുടെ ഷോറൂമിലെ സ്റ്റാഫ് പ്രമോദാ വിളിച്ചത്. അമ്മേ, ആ കോഴിമുട്ടയെ കൂടോത്രം ചെയ്ത കോഴിമുട്ടയല്ല, അത് സാധാരണ കോഴിമുട്ടയാണത്രേ. സാധാരണ കോഴിമുട്ടയാണെന്നോ? അതാര് പറഞ്ഞു? അതെ, അവിടെ എങ്ങണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ശ്രീധരേട്ടൻ എന്ന് പറഞ്ഞൊരു ഏട്ടനുണ്ട് നമ്മുടെ കടയുടെ തൊട്ടിപ്പുറത്ത്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയും സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ മഴ വന്നപ്പോ കയറി ഒന്ന് നിന്നു. അപ്പൊ അവരുടെ നമ്മുടെ ഷോറൂമിന്റെ വരാന്തയിലല്ലേ കയറിയിരുന്നത്. അപ്പൊ ആ പെങ്കൊച്ചുണ്ടല്ലോ, ആ കൊച്ച് ആ മുട്ടയില് എന്തോ
കയ്യിലുണ്ടായിരുന്ന സ്കെച്ച് വെച്ച് കോഴിമുട്ടയിൽ ഇങ്ങനെ വരച്ചതാ കണ്ണും മൂക്കൊക്കെ വെച്ചിട്ട്, അല്ലാതെ കൂടോത്രമൊന്നും അല്ലെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എന്നാ പിന്നെ രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ടെന്നേ. എന്റെ ദൈവമേ, നമ്മൾ ബിരിയാണി കഴിക്കാൻ പറ്റൂലെന്ന് ഓർത്ത് ഇരിക്കുമല്ലായിരുന്നോ? ഇനിയിപ്പോ നമുക്ക് ബിരിയാണി കഴിക്കാമേ, ഒരു പ്രശ്നമില്ല ബിരിയാണി കഴിക്കുന്നതിന്. രക്ഷപ്പെട്ടു. ഏതായാലും എന്റെ പൊന്നു ശ്രുതി, സാധാരണ കോഴിമുട്ട കണ്ടിട്ട് കൂടോത്രം ചെയ്ത് അതാ ഇതാന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇവിടെ കിടന്ന് വട്ടം ചുറ്റിച്ചില്ലേ നീ, വൃത്തികെട്ടവനെ. ബാ, ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് സമയം കളയാതെ ബിരിയാണി പോയി കഴിക്കാം. ബാ 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 ശ്രുതി ബാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി അകത്തേക്ക് പോവാ. ഈ സമയത്ത് നമ്മുടെ മീര വിളിക്കുന്നുണ്ട്. മീര വിളിച്ചിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് നീ എന്റെ വീട്ടിലേക്ക് വരാം. അപ്പൊ ഫോണിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറയുമ്പോഴേക്കും ഫോണിൽ പറയാൻ പറ്റത്തില്ല, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് തന്നെ നമ്മുടെ ശ്രുതിയോട് പറയാം. അപ്പം ബീരാന്റെ കാര്യം പറയാനായിരിക്കും. നമ്മുടെ രേവതി അവിടെ ചെന്നായിരുന്നല്ലോ. ഏതായാലും ശ്രുതി ആകപ്പാടെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഓടി പോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടി. അയ്യോ, ഓടി വാമേ, നമുക്ക് പ്ലേറ്റ് എടുത്തിട്ട് വാരി കഴിക്കാമേ എന്ന് പറഞ്ഞ് ചെമ്പ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ബിരിയാണി ഇല്ല, ഒന്നുമില്ല. ബിരിയാണിയുടെ ഒരു തരി ചോറ് ഒരു അതിനകത്ത് ഇരിപ്പില്ല. അപ്പോഴത്തേക്കും ചന്ദ്രയ്യോ, ഇതെന്താ മോനെ, ബിരിയാണി ഇല്ലല്ലോ, ബിരിയാണി തീർന്നു പോയോ? അപ്പോഴത്തേക്കും അയ്യോ ശരിയാണല്ലോ, ബിരിയാണി അതിനകത്തില്ലല്ലോ. അപ്പൊ രവീന്ദ്രൻ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. രവീന്ദ്രൻ നിന്ന് തല കുലുക്കുവാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, എന്താ മക്കളെ നീ കാണിക്കുന്നത്? അല്ല, എന്താ ചന്ദ്രനെ നീ കാണിക്കുന്നത്? അല്ല, ഇതിനകത്തെ ബിരിയാണി, അത് പിന്നെ ഇതിനകത്തെ ബിരിയാണി മൊത്തം തീർന്നു പോയി എന്ന്. അയ്യോ, ആകപ്പാടെ ചന്ദ്രയ്ക്കും സൂതിക്കും ഭയങ്കര ഒരു ഷോക്ക് തന്നെ. കാരണം അത്രയും നല്ല ബിരിയാണി വെച്ചിട്ട് അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് മൊത്തം ബിരിയാണി കഥയും കൊണ്ട് നമ്മുടെ കഥ അങ്ങ് ഒതുങ്ങിപ്പോയിട്ട്. അപ്പൊ ഈ സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.